എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഇന്ന് നമുക്ക് സാമ്പാർ വയ്ക്കാം. ഒരു സ്പെഷ്യൽ സാമ്പാറാണ്. ഇഡ്ഡലി ദോശയ്ക്കൊക്കെ പ്രധാനമായിട്ടുള്ള സാമ്പാറാണ്. അപ്പോൾ എന്തൊക്കെ വേണ്ടി നോക്കാം. പിന്നെ മെയിന സാമ്പാർ പരിപ്പ് വേണം. സാമ്പാർ പരിപ്പ് ഇതിൻ്റെ കുറച്ച് കമ്മിയാക്കിയിട്ട് ചെറുപയർ പരിപ്പ് വേണം. ഈ രണ്ട് പരിപ്പ് വേണം. ഈ രണ്ട് പരിപ്പും പ്രധാനമാണ്. കുറച്ചധികം അത് കുറച്ച് കമ്മിയിൽ ചെറുപയർ പരിപ്പ്. പിന്നെ നമ്മുടെ കുഞ്ഞൻ ഉള്ളി വേണം. പിന്നെ തക്കാളി, പച്ചമുളക്, മുരിങ്ങക്കായ ഒന്നിട്ടിട്ടുണ്ട്. മുരിങ്ങക്കായ നിർബന്ധമൊന്നുമില്ല. പിന്നെ സാമ്പാർ പൊടിയാണ് ഇടുന്നത്. ഈ സാമ്പാർ പൊടി കുറച്ച് ഇടുന്നുണ്ട്. ടേസ്റ്റിയാണ്, നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങാം. പരിപ്പൊക്കെ കഴുകിയിട്ട് പരിപ്പൊടി രണ്ടും കൂടി കഴുകിയിട്ട് ഇടണു. ചെറുപയർ പരിപ്പും സാമ്പാർ പരിപ്പും. ചെറുപയർ പരിപ്പ് ഒരു ചെറിയൊരു ഗ്ലാസ് എടുത്താൽ അതിന് അര ഗ്ലാസ് ചെറുപയറിൻ്റെ പരിപ്പ് എടുക്കണം. പിന്നെ എത്ര വേണ്ടിച്ചാൽ അത്ര എടുക്കുക. ஆனால் രണ്ട് പരിപ്പ് നിർബന്ധമാണ്. പിന്നെ പരിപ്പ് കുറച്ച് അധികം വേണം. ഇതങ്ങനെ സാമ്പാറാണ്. ഇഡ്ഡലി, ദോശ, ഊത്താപ്പം ഒക്കെ അടിപൊളി സൂപ്പറാണ്. പണിയാരത്തിനൊക്കെ വേറെ ഒന്നും വേണ്ട. ചോറിനും കൂട്ടി കഴിക്കാം. ഉള്ളി വറക്കണം. തക്കാളി ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇടാം. ഉള്ളി വറക്കണം. ഇത് ആദ്യം ഒരു വിസിൽ, 2 വിസിൽ വരട്ടെ. എന്നിട്ട് പിന്നെ ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ ഒരു വിസിൽ വിടാം. അങ്ങനെയാണ് ഞാൻ പലതരത്തിലും വയ്ക്കാം. ഒട്ടുക്കാട്ടിട്ടും വയ്ക്കാം, ഒപ്പിട്ടിട്ടും വയ്ക്കാം. ആദ്യം കുറച്ച് ഇതിട്ടിട്ട് ഒന്ന് 2 വിസിൽ വന്നിട്ട് ഹാഫാക്കിയിട്ട് പിന്നെ കഷ്ടിട്ടിട്ട് ഉള്ളി വറുത്തിടണം. അങ്ങനെയൊക്കെയാണ് വെക്കണത്. നമുക്ക് ഇത് വെന്ത ശേഷം കാണാം. ഇനി ലേശം മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കാൻ വയ്ക്കാം. ഇനി ഒരു വിസിൽ വരട്ടെ. 1 2 വിസിൽ വിടാം. 2 വിസിൽ വരട്ടെ. എന്നിട്ട് പിന്നെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് വറക്കണം. ഇടാം. എന്നിട്ട് നമുക്ക് കാണാം വീണ്ടും. അപ്പം അങ്ങനെ സാമ്പാറിൻ്റെ കഷ്ണം വെന്തു, പരിപ്പ് വെന്തു. പിന്നെ ഞാൻ മുരിങ്ങക്കായും തക്കാളി, പച്ചമുളക് മാത്രം ഇട്ടിട്ട് പിന്നെ ഒരു വിസിൽ വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് കൊട്ടാം. വറുത്ത് എന്തൊക്കെ വറക്കണമെന്ന് നോക്കാം. എണ്ണ ഒഴിക്കാം. ഓയിലാണ് ഒഴിക്കുന്നത്. കുറച്ച് 1 സ്പൂൺ നെയ്യ് ഒഴിക്കാം. അപ്പം നമുക്ക് എണ്ണ ചൂടായി. കടുക് ഇടാം. ഈ സാമ്പാറിന് ഒന്നും വേണ്ട. അത്ര സൂപ്പർ ടേസ്റ്റാണ്. ഇതിന് ചട്ടിനി വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഉണക്കമുളക് ഇടാം. പിന്നെ ജീരകങ്ങൾ കാണിക്കാം. കുഞ്ഞൻ ജീരകം, പെരുംജീരകം, ഉലുവ, ഇത് 3 ഇടണം. രണ്ട് വെളുത്തുള്ളി, 2-3 വെളുത്തുള്ളി ആക്കിയത്. നമ്മുടെ സ്വന്തം കുഞ്ഞനുള്ളിയാണ്. ഇതെത്ര ടേസ്റ്റ്. ഇതാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഉള്ളി സാമ്പാർ എന്നൊക്കെ പറയും. പക്ഷെ അത് ഉള്ളി സാമ്പാർ വേറൊരു മെത്തേഡും ഉണ്ട്. ഇങ്ങനൊരു മെത്തേഡ് കറിയാണിത്. സാമ്പാർ ഇടാം. ആവട്ടെ. എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടാലാണ് ടേസ്റ്റ്. ഇപ്പോൾ 1 2 ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വറവാണ് പ്രധാനം. ഒന്നും കൂടി പറയാൻ കുറച്ച് കറിവേപ്പില. ലേശം കായപ്പൊടി ഇടാം. അടിപൊളി സൂപ്പർ മണക്ക സാമ്പാർ. അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ ആയി. നമുക്ക് സാമ്പാർ പൊടി. ഞാൻ സാമ്പാർ പൊടി ഇടാറുന്നത് ഡബിൾ ഹോൾസിൻ്റെ സാമ്പാർ പൊടിയാണ് ഇടുന്നത്. സാമ്പാർ പൊടി ഇട്ടുന്ന വറുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് കൊട്ടാം. എനിക്കൊരു 2-3 സ്പൂൺ വേണം. എനിക്കറിയും. അങ്ങനെ സ്പൂണിൽ അളന്നില്ല, കവറിൽ കൊട്ടിയത്. നിങ്ങൾ അളന്നെടുത്ത് കൊട്ടിക്കോളും.
1 സ്പൂണ് മല്ലിപ്പൊടി ഇടുന്നുണ്ട്. റെഡിയായി. നമുക്ക് സാമ്പാറിൽ കൊട്ടാം. നല്ല കളർഫുള്ളായിട്ടില്ലേ, അതിൽ കൊട്ടാം നമ്മുടെ വറുത്തതൊക്കെ. കണ്ടോ എന്താ മണം, അടിപൊളി മണമാണ്. മണത്തിനെ 3 ഇഡ്ഡലി 4 ഇഡ്ഡലി 5 ഇഡ്ഡലിയൊക്കെ കഴിച്ചുകൊണ്ടേ ഇരിക്കാം, വയറ് നിറയെ. പിന്നെ ഒരു പ്രധാന ഇൻഗ്രീഡിയൻറ്റ് ഇതാ, ഒരു കഷ്ണം ശർക്കര ഇടുന്നുണ്ട്. ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റാണ് ഇതിലത്തെ ഉണ്ട്. ഇട്ടു. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സാക്കുക. ഇനി തിള വരട്ടെ. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം. ഉപ്പിട്ടു. അടിപൊളി സൂപ്പർ മണക്ക സാമ്പാർ ഇഡ്ഡലി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, തോനെ ഈ കപ്പിൽ നിറച്ച് മല്ലിയില ഇടണം, എന്നാലാണ് ഇതിൻ്റെ ശരിക്കുള്ളത്. അങ്ങനെ നമ്മുടെ സാമ്പാർ ഇത് തിളയ്ക്കട്ടെ. വീഡിയോ ഫുള്ളായിട്ട് കാണണം, കണ്ടിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കണം. എന്ന് ഒരേമാതിരി ഉണ്ടാക്കാണ്ട് ഒന്ന് മാറ്റി മാറ്റി പിടിക്കുക. കുട്ടികളൊക്കെ സന്തോഷമാവും സാമ്പാർ ഇഷ്ടപ്പെട്ട. തിളക്കട്ടെ. അങ്ങനെ നമ്മുടെ മണക്ക സാമ്പാർ റെഡിയായി. മല്ലിയില തോനെ ഇടണം. മല്ലിയില ഇട്ടു. ഇനി കഴിക്കാം. ഇഡ്ഡലി, സൂപ്പർ അടിപൊളി ഇഡ്ഡലി സാമ്പാർ. ചൂടുള്ള ഇഡ്ഡലി സാമ്പാർ റെഡിയായി. ഇഡ്ഡലി സാമ്പാർ സൂപ്പർ ടേസ്റ്റി. എല്ലാവരും ഉണ്ടായി കഴിച്ച് നോക്കുക, സന്തോഷമായിട്ടിരിക്കുക.